ഇസ്രായേൽ ഭരണാധികാരിയായ ബെഞ്ചമിൻ നെതന്യാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ പരക്കെ പ്രചരിക്കുന്നുണ്ട്. നെതന്യാഹുവിന് ക്യാൻസർ, മാസങ്ങളോളം ഒളിപ്പിച്ചു വെച്ച ചികിത്സാ വിവരങ്ങൾ ഒടുവിൽ വെളിപ്പെടുത്തി. ഇതാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ആ ഒരു വാർത്ത. നമുക്ക് 100% സത്യമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണിത്. ബെഞ്ചമിൻ നെതന്യാഹു തന്നെ തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ ഈ ഒരു കാര്യം വെളിപ്പെടുത്തുകയുണ്ടായി. തനിക്ക് ക്യാൻസർ ബാധിച്ചിരുന്നുവെന്നും എന്നാൽ ആ ഒരു വിവരം താൻ മാസങ്ങളോളം ഒളിപ്പിച്ചു വെച്ചിരുന്നുവെന്നും അതിന് ചില കാരണങ്ങളൊക്കെ നെതന്യാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. നെതന്യാഹു പറഞ്ഞു വെച്ച കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. തനിക്ക് ക്യാൻസർ ബാധിച്ചിരുന്നുവെന്നും ചികിത്സിച്ച് ഭേദപ്പെടുത്തിയതായിട്ടുമാണ് നെതന്യാഹു അതിൽ വെളിപ്പെടുത്തുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസായിരുന്നു ആ മെഡിക്കൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. യുദ്ധത്തിന്റെ ഈ ഒരു സാഹചര്യത്തിൽ ഇത് പുറത്തു വരാതിരിക്കാൻ താൻ അഭ്യർത്ഥിച്ചിരുന്നുവെന്നും നെതന്യാഹു അതിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. യുദ്ധത്തിന്റെ മൂർധന്യാവസ്ഥയിൽ ഇത് പുറത്തു വരാതിരിക്കാൻ ഇസ്രായേലിനെതിരെ ഇറാനിയൻ ഭീകര ഭരണകൂടത്തിന് കൂടുതൽ തെറ്റായ പ്രചാരണങ്ങൾ നടത്താൻ അവസരം നൽകാതിരിക്കാൻ ഞാൻ അതിന്റെ പ്രസിദ്ധീകരണം 2 മാസത്തേക്ക് മാറ്റിവെക്കാൻ അഭ്യർത്ഥിച്ചുവെന്നാണ് നെതന്യാഹു എക്സിൽ പങ്കുവെക്കുന്നത്. ആദ്യ ശസ്ത്രക്രിയയ്ക്ക് ശേഷം താൻ പതിവായ മെഡിക്കൽ നിരീക്ഷണത്തിലായിരുന്നു. അവസാന നിരീക്ഷണത്തിൽ പ്രോസ്റ്റേറ്റിൽ 1 സെന്റിമീറ്റർ താഴെ വലിപ്പമുള്ള വളരെ ചെറിയൊരു പാട് കണ്ടെത്തുകയാണുണ്ടായത് എന്നും എക്സിൽ പങ്കുവെക്കുന്നുണ്ട്. പതിവ് ഫോളോ അപ്പ് MRI സ്കാനിൽ പ്രോസ്റ്റേറ്റിൽ 1 മില്ലിമീറ്റർ താഴെ മാത്രം വ്യാസമുള്ള വളരെ ചെറിയ സംശയാസ്പദമായ ഒരു മുറിവ് കണ്ടെത്തുകയുണ്ടായി. തുടർന്നുള്ള പ്രാരംഭഘട്ടത്തിലുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചുവെന്നും നെതന്യാഹുവിൻ്റെ ആ മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നു. 2 ഓപ്ഷനുകൾ ഉണ്ടെന്നും ഡോക്ടർമാർ തന്നോട് പറഞ്ഞതായും അതിൽ നെതന്യാഹു വിശദീകരിക്കുന്നുണ്ട്. ഒന്നുകിൽ ചികിത്സ എടുക്കാതെ നിരീക്ഷണത്തിൽ തുടരാം, അല്ലെങ്കിൽ ചികിത്സയെടുത്ത് പ്രശ്നം പരിഹരിക്കുക. ഇതാണ് നെതന്യാഹു തൻ്റെ ആ രോഗവിവരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ആ ഒരു കുറിപ്പ്. അതിനകത്ത് നെതന്യാഹു തന്നെ പറയുന്നുണ്ട് താൻ വലിയ രീതിയിലുള്ള ക്യാൻസർ പോലത്തെ മാരകമായ ഒരു രോഗത്തിലൂടെ കടന്നുപോയി എന്നുള്ള കാര്യം. നിങ്ങൾക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നെതന്യാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ചില വിവരങ്ങൾ പങ്കുവച്ചത്. നെതന്യാഹു വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു വെച്ചു. ഞാൻ സംസാരിക്കുന്ന സമയത്ത് തന്നെ സൈഡിൽ അതിൻ്റെ വാർത്തകൾ, അതും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തയല്ല, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട ആ വാർത്താ കുറിപ്പുകൾ കൊടുത്തിട്ട് പോലും ചില സംഘികളും കൃസംഘികളും അതിനെ വിശ്വസിക്കാൻ തയ്യാറായില്ല. ഞാൻ വെറുതെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ വാർത്തയാണെന്നും വ്യാജമായ വാർത്തകളാണെന്നൊക്കെ പറഞ്ഞ് അതിനെ തള്ളിക്കളയുന്ന സംഘികളെയും കൃസംഘികളെയും കാണാൻ സാധിച്ചു. എന്നാൽ ഇപ്പോഴിതാ നെതന്യാഹു തന്നെ അതിന് കൃത്യമായി തനിക്ക് വലിയ രീതിയിലുള്ള ക്യാൻസർ എന്ന് പറയുന്ന അസുഖത്തിലൂടെ കടന്നുപോയി എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. നെതന്യാഹുവിൻ്റെ ആ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ച് ആ ഒരു വാർത്തയുടെ ആ ഒരു കുറിപ്പുകൾ ഒന്നുകൂടി പറഞ്ഞു പോകാം. കഴിഞ്ഞ കുറേ നാളുകളായി നെതന്യാഹുവിനുണ്ടായ രോഗവിവരങ്ങളെക്കുറിച്ച്, നെതന്യാഹു നടത്തിയ ഓപ്പറേഷനുകളെക്കുറിച്ച്, സർജറികളെക്കുറിച്ച് ദി ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്ന ഇസ്രായേൽ മാധ്യമം തന്നെ പുറത്തുവിടുകയുണ്ടായി. ജൂലൈ 20 പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം നെതന്യാഹുവിന് ഭക്ഷ്യവിഷബാധ ഏറ്റു എന്ന വാർത്തയാണ് അവർ പുറത്തുവിട്ടത്. നമ്മളൊന്ന് ആലോചിക്കണം, ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിക്കാണ് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നത്. നമുക്കൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അതീവ സുരക്ഷയുള്ള ഒരു വ്യക്തിയാണ്. അയാൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി വാച്ച് ചെയ്യാനും അത് മോണിറ്റർ ചെയ്യാനും വലിയ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണമായിക്കൊള്ളട്ടെ, അദ്ദേഹം താമസിക്കുന്ന സ്ഥലങ്ങളായിക്കൊള്ളട്ടെ, അദ്ദേഹം സഞ്ചരിക്കുന്ന സ്ഥലങ്ങളായിക്കൊള്ളട്ടെ, അങ്ങനെ എല്ലാം കൃത്യമായി വീക്ഷിക്കുന്ന, മോണിറ്റർ ചെയ്യപ്പെടുന്ന ആ രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രിക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കുകയാണ്. ലോകത്ത് വലിയ നൂതന സാങ്കേതിക വിദ്യകളും വലിയ ആയുധങ്ങളും ടെക്നോളജിയും ഒക്കെ ഉണ്ട് എന്ന് വാദിക്കുന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് കൂടിയാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായിരുന്നുകൂടി നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ കേടായ ഭക്ഷണം കഴിച്ചതിൻ്റെ ഭാഗമായിട്ട് നെതന്യാഹുവിന് കുടൽവീക്കം ഉണ്ടായി എന്ന് ഡോക്ടർമാർ കണ്ടെത്തുകയുണ്ടായി. ഇതിൻ്റെ ഭാഗമായി നിർജ്ജലീകരണം, അതായത് ഡീഹൈഡ്രേഷൻ സംഭവിക്കുകയും ചെയ്തു. മാത്രമല്ല, നെതന്യാഹുവിൻ്റെ പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്യുകയും ചെയ്തു. 2024 മാർച്ചിൽ ഹെർണിയ ശസ്ത്രക്രിയ നടത്തുകയുണ്ടായി. 2023 ഹൃദയസ്തംഭനം ഉണ്ടായതിനെ തുടർന്ന് പേസ് മേക്കർ സ്ഥാപിച്ചിരുന്നു. ഇങ്ങനെ നിരന്തരമായ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ, പല വിധത്തിലുള്ള അസുഖങ്ങളിലൂടെയാണ് ദിനംപ്രതി നെതന്യാഹു കടന്നു പോകുന്നത്. ഈ വാർത്തകളടക്കം ഞാൻ അന്ന് വിശദീകരിച്ച് പറഞ്ഞിട്ടും അന്ന് നമ്മുടെ നാട്ടിലെ സംഘികൾക്കും കൃസംഘികൾക്കും അവർക്കത് വിശ്വസിക്കാൻ വലിയ പാടായിരുന്നു. അല്ലെങ്കിലും അത്തരം ആളുകൾ അങ്ങനെ തന്നെയാണ്. നമ്മൾ കൃത്യമായി തെളിവുകളോടുകൂടി എത്ര തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും അവറ്റകളുടെ തലയിൽക്കാരില്ല. ഇപ്പോഴത്തെ നെതന്യാഹു തന്നെ താൻ രംഗത്ത് വന്നുകൊണ്ട് താൻ ക്യാൻസർ എന്ന് പറയുന്ന അസുഖത്തിലൂടെ കടന്നുപോയി എന്ന് സ്വന്തമായി വെളിപ്പെടുത്തുകയാണ്. താൻ ക്യാൻസർ എന്ന അസുഖത്തിലൂടെ കടന്നുപോയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഇറാനുമായി നടക്കുന്ന യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ അത് ഞാൻ മനഃപൂർവ്വം പുറത്തുവിടാത്തതാണ്. അത് പുറത്തുവിട്ട് കഴിഞ്ഞാൽ അതൊരു മറ്റൊരു തരത്തിലേക്ക് ആ വിഷയത്തെ
വഴിതിരിച്ചു വിടാൻ ഇറാൻ ഭരണകൂടം ശ്രമിക്കും എന്നുള്ളത് കൊണ്ടാണ് താനത് പറയാത്തത് എന്നുള്ള വാദമാണ് നെതന്യാഹു പറഞ്ഞു വെക്കുന്നത്. നോക്കുന്നത് ധിക്കാരികളായിട്ടുള്ള ഏകാധിപതികളായിട്ടുള്ള എല്ലാ ഭരണാധികാരികൾക്കുമുള്ള ഒരു പാഠമാണ്. ഈ ലോകത്തെ സർവാധിപതി താനാണെന്നും താൻ വിചാരിച്ചാൽ ഇവിടെ എന്തും നടക്കുമെന്നുള്ള ധിക്കാര മനോഭാവത്തോടുകൂടി ഭരണം നടത്തുന്ന ഏതൊരു ധിക്കാരിയായ ഭരണാധികാരികൾക്കുമുള്ള വലിയൊരു പാഠമാണിത്. നിസ്സാരം രോഗാണുക്കൾക്ക് മുമ്പിൽ, അസുഖങ്ങൾക്ക് മുമ്പിൽ ആ സർവാധിപതികളായ ധിക്കാരിയായ ഭരണാധികാരികൾ മുട്ടുമടക്കുകയാണ്. നിങ്ങൾക്കറിയാം, മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ഏരിയൽ ഷാരോൺ. ആ ഏരിയൽ ഷാരോൺ ഒരുപക്ഷെ ഇന്ന് കാണുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയായ നെതന്യാഹുവിനേക്കാൾ വലിയ കൊടും ക്രൂരനും ധിക്കാരിയുമായ ഒരു ഭരണാധികാരിയായിരുന്നു. ഫലസ്തീനിൽ നെതന്യാഹു നടത്തിയ ക്രൂരതയേക്കാൾ 10 മടങ്ങ് ക്രൂരത കാണിച്ച ഒരു വ്യക്തിയായിരുന്നു ഏരിയൽ ഷാരോൺ. അവസാനം ഏരിയൽ ഷാരോൻ്റെ അവസാനത്തെ ആ ഒരു അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1-2 വർഷമല്ല, 8 വർഷം. 8 വർഷത്തോളമായി സ്ട്രോക്ക് വന്ന് കോമയിൽ കിടന്ന് മരണവേദന ഇഞ്ചിഞ്ചായി അനുഭവിച്ച് നരകയാതന അനുഭവിച്ചായിരുന്നു ഏരിയൽ ഷാരോൺ മരണപ്പെട്ടു പോകുന്നത്. ഒന്നനങ്ങാൻ പോലും കഴിയാതെ, വെള്ളം ഇറക്കാൻ പോലും കഴിയാതെ, ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാതെ ഏരിയൽ ഷാരോൺ മരണത്തിൻ്റെ ആ ഒരു വേദന ഇഞ്ചിഞ്ചായി അനുഭവിച്ചുകൊണ്ട് മരണപ്പെടുന്നു. നോക്കൂ, ധിക്കാര മനോഭാവത്തോടുകൂടി ഭരണം നടത്തുന്ന എല്ലാ സർവാധിപതികളായ ധിക്കാരികളായ ഭരണാധികാരികളുടെയും അവസാന നിമിഷം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, അവർ മരണപ്പെടുന്നത് സാധാരണ രീതിയിലല്ല, നേരെ മറിച്ച് വേദന അനുഭവിച്ച് ഇഞ്ചിഞ്ചായിക്കൊണ്ടാണ്. പലപ്പോഴും ചില ആളുകൾ ചിന്തിക്കാറുണ്ട്, ഗസയിൽ ഇത്തരത്തിൽ വർഷങ്ങളായി നിരപരാധികളായി ഈ മനുഷ്യരെ കൊന്നൊടുക്കുന്ന ഈ ഭരണാധികാരികൾക്ക് മേൽ പടച്ചവൻ എന്തുകൊണ്ടാണ് അവർക്ക് തിരിച്ചടി കൊടുക്കാത്തത് എന്നുള്ള ചോദ്യം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ധിക്കാരികളായ ഭരണാധികാരികൾ ചെയ്തു കൂട്ടുന്ന ക്രൂരതകൾ പടച്ച റബ്ബായ അള്ളാഹു ഒരിക്കലും കാണുന്നില്ല എന്ന് നാം ഒരിക്കലും ചിന്തിച്ചു പോകരുത്. പടച്ചവനെല്ലാം കൃത്യമായി കാണുന്നുണ്ട്. ഒരു സമയം, ഒരു നിശ്ചിത സമയം നീട്ടിക്കൊടുക്കുക മാത്രമാണ് അള്ളാഹു ചെയ്യുന്നത്. ആ സമയം എത്തിക്കഴിഞ്ഞാൽ പടച്ച റബ്ബിൻ്റെ ആ ശിക്ഷ ഇത്തരം ആളുകളിലേക്ക് അത് ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഒരുപാട് വർഷക്കാലമായി പ്രയാസം അനുഭവിക്കുകയാണ് ഫലസ്തീനിലെ ജനങ്ങൾ. ഇസ്രായേൽ ഭരണകൂടം കാലാകാലങ്ങളായി അതിക്രൂരമായ രീതിയിലുള്ള നരനായാട്ടുകൾ, വ്യാപകമായ ആക്രമണങ്ങൾ ഗസയിലും ഫലസ്തീനിലുമടക്കം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിരപരാധികളായ പിഞ്ചു കുട്ടികൾ പോലും കൊല ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. എത്രയെത്ര 10,000 വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഈ വർഷക്കാലയളവിൽ കൊല്ലപ്പെട്ടത്. ആ ഫലസ്തീൻ ജനതയുടെ ആ കണ്ണുനീരിന് മറുപടി പറയാതെ ഒരു ഭരണാധികാരിയും ഈ ലോകത്തിൽ നിന്നും കടന്നു പോകില്ല. ഞാൻ ഇന്നൊരു കുറിപ്പ് കണ്ടു, വളരെയധികം ഹൃദയഭേദകമായ, നെഞ്ചുലയ്ക്കുന്ന ഒരു കുറിപ്പായിരുന്നു. വടക്കൻ ഗസയിൽ നിന്നാണ് ഹൃദയഭേദകമായ ആ ഒരു യഥാർത്ഥ കഥയുടെ ആ ഒരു കുറിപ്പ് ഡോക്ടർ മുസ്തഫ നയീം കുറിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ന് ഞങ്ങളുടെ ഒരു അയൽക്കാരൻ്റെ മയ്യത്ത് മണ്ണിൽ സുജൂദിലായി അടക്കം ചെയ്ത നിലയിൽ കണ്ടെത്തി. അത് ജീർണിച്ചു തുടങ്ങിയിരുന്നു. വടക്കൻ ഗസയിൽ നിന്നുള്ള സമീപകാല പലായനത്തിനിടെ പരിക്കേറ്റ അദ്ദേഹം സഹായമൊന്നും ലഭിക്കാതെ 3 ദിവസങ്ങളോളം രക്തം വാർന്ന് കിടക്കുകയായിരുന്നു. താൻ രക്ഷപ്പെടില്ല എന്നും ആർക്കും തൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയില്ലെന്നും മനസ്സിലാക്കിയപ്പോൾ അള്ളാഹുവല്ലാതെ മറ്റൊരു അഭയസ്ഥാനവുമില്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആ നിമിഷം അദ്ദേഹം അള്ളാഹുവിനെ കാണാൻ തയ്യാറെടുക്കുകയും കിബിലയ്ക്ക് അഭിമുഖമായി തിരിഞ്ഞ് ആകാശഭൂമികളുടെ രാജാവായ സർവശക്തനായ അള്ളാഹുവിന് മുമ്പിൽ സുജൂദിലാവുകയും ചെയ്തു. തൻ്റെ അന്ത്യവിശ്രമത്തിനായി അദ്ദേഹം തിരഞ്ഞെടുത്ത ഒരു മരത്തിനരികിലായിരുന്നു അദ്ദേഹം കണ്ടെത്തിയത്. തൻ്റെ പ്രിയപ്പെട്ടവർക്ക് തന്നെ കണ്ടെത്താനായി അദ്ദേഹം ഒരു അടയാളം അവിടെ അവശേഷിപ്പിച്ചിരുന്നു. തൻ്റെ മോതിരം ഒരു നൂലിൽ കെട്ടി ആ മരത്തിൻ്റെ ചെറിയൊരു കൊമ്പിൽ മണ്ണുയർന്ന ഭാഗത്തിന് മുകളിലായി അദ്ദേഹം തൂക്കിയിട്ടിരുന്നു. ഈ ഹൃദയഭേദകമായ ഈ ഒരു കുറിപ്പിനോടൊപ്പം അദ്ദേഹം ആ മോതിരത്തിൻ്റെ, മരത്തിൽ തൂക്കിയിട്ട ആ മോതിരത്തിൻ്റെ ചിത്രവും പങ്കുവെക്കുന്നുണ്ട്. ദാഹിച്ചു വലഞ്ഞ ആ പിഞ്ചുകുട്ടികൾ, ആ ഗസയിലെ പിഞ്ചുമന മക്കൾ വെള്ളമെടുക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് പോലും അവരെ നിഷ്ക്രൂരമായി വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ്. ഇതിനെല്ലാം കാലം ഒരു നാൾ കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. ഫലസ്തീൻ ജനത അവർ ഒരു നാൾ പുഞ്ചിരിക്കുക തന്നെ ചെയ്യും.